അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ വിശുദ്ധ റമളാനിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ തഖ്വയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. വിശുദ്ധ റമളാനിൻ്റെ 30 നോമ്പുകളെ 3 തരംതിരിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. റമളാൻ മാസം അത് അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 ദിനങ്ങൾ അത് കാരുണ്യത്തിൻ്റെ 10 ദിനങ്ങളാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം അത് ചോദിച്ച് വാങ്ങേണ്ട 10 ദിനങ്ങളാണ്. വൗസത്തുഹു മഗ്ഫിറ, രണ്ടാമത്തെ 10 ദിവസങ്ങൾ അത് മഗ്ഫിറത്തിൻ്റെ ദിവസങ്ങളാണ്. അള്ളാഹുവിനോട് പാപമോചനം തേടേണ്ട 10 ദിവസങ്ങളാണ്. വാഖിറുഹു ഇത്ഖും മിനന്നാർ, ഏറ്റവും അവസാനത്തെ 10 ദിവസം അത് നരകമോചനത്തിൻ്റെ 10മാണ്. നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഓരോ മുഅ്മിനും നിസ്കാരത്തിൻ്റെ ശേഷം എന്നു മാത്രമല്ല വിശുദ്ധ റമളാനിൻ്റെ 30 നാളിലും ഏറ്റവും കൂടുതൽ പതിവാക്കേണ്ട ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയും അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു എന്ന ഇസ്തിഗ്ഫാറും, അസ്അലുക്കൽ ജന്ന, സ്വർഗത്ത് ഞാൻ ചോദിക്കുന്നു എന്ന സ്വർഗചോദ്യവും, വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന കാവലും, ഇത് 4. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒന്നാമത്തെ ആദ്യം മുതൽ 10 ദിവസം വരെയുള്ള ദിവസങ്ങൾ അത് ദിനരാത്രങ്ങളിൽ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, സ്നേഹം അത് അള്ളാഹുവിൻ്റേത് നമുക്ക് കിട്ടണം. നമുക്കറിയാം, നാം സാധാരണ മലയാളത്തിൽ തന്നെ പറയാറുണ്ട്, കൊടുത്താൽ തിരിച്ചു കിട്ടുന്നതാണ് സ്നേഹം എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ വിഷയത്തിലും അങ്ങനെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, സ്നേഹം അത് കാണിക്കുന്നവർക്കേ അള്ളാഹു സ്നേഹം കൊടുക്കുകയുള്ളൂ. ഭൂമിക്കു താഴെ ഉള്ള ജീവജാലങ്ങൾ അതേതുമാവാം, സസ്യങ്ങളാവാം, ചെടികളാവാം, മരങ്ങളാവാം, ചേതന വസ്തുക്കളാവാം, അചേതന വസ്തുക്കളാവാം, മനുഷ്യരാവാം, ഭൂതങ്ങളാവാം, ജന്തുക്കളാവാം, ആരോടാണെങ്കിലും ആരെല്ലാം സ്നേഹം കാണിച്ചോ അവർക്കേ മുകളിലുള്ള അള്ളാഹു അവൻ്റെ സ്നേഹം തിരിച്ചു കൊടുക്കുകയുള്ളൂ എന്നാണ് ഹദീസിൻ്റെ സാരം. അപ്പോൾ അത് അവിടെയും നിർബന്ധമാണ്. സ്നേഹമെന്നത് കൊടുത്താൽ തിരിച്ചു കിട്ടുന്നതാണ് എന്നുള്ള വിഷയത്തിൽ അള്ളാഹുവും അങ്ങനെ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന് സ്നേഹം കൊടുക്കുകയല്ല എന്ന് മാത്രം, മറിച്ച് അവൻ പടച്ചു പരിപാലിക്കുന്ന കോടിക്കണക്കിന് ജരാചരങ്ങൾ, അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ജഗന്നിയന്താവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടും. നമുക്കെല്ലാവർക്കും ആവശ്യവും അതാണ്, സ്നേഹമാണ്. എല്ലാവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതും സ്നേഹമാണ്. ഭാര്യയിൽ നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്നത്, വാപ്പയിൽ നിന്ന് മക്കളും, മക്കളിൽ നിന്ന് വാപ്പയും, ഇങ്ങനെ തുടങ്ങി ലോകത്തെ ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളിൽ നിന്നൊക്കെ മറുചേരിയിലുള്ളവൻ പ്രതീക്ഷിക്കുന്നത് അവൻ്റെ സ്നേഹമാണ്. ഇന്നലെ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഭരണകർത്താക്കളിൽ നിന്ന് ഭരണീയർ പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണ്. സ്നേഹമല്ലാത്തയിടത്ത് ഒരുപാട് സമയം നിൽക്കാൻ, ഒരുപാട് സമയം കഴിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. സ്നേഹം അത്രയും വലിയ ഒരു സമുദ്രമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാരണം, നമ്മൾ സാധാരണ ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യുന്നൊരു വാചകമുണ്ട്, ഇന്ന റഹ്മത്തല്ലാഹി അക്സറു അഅമ്മു മിൻ ദുനൂബി,
അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളേക്കാൾ എത്രയോ വിശാലതയുള്ളത്. അതിന് പല കാരണവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റഹ്മത്തുകളെ മൊത്തം 100 വിഭാഗമായി അള്ളാഹു തിരിച്ചു, 100ആയി ഭാഗിച്ചു. ആ 100ൽ നിന്ന് ഒന്നിനെ മാത്രമേ, 1% റഹ്മത്ത് മാത്രമേ, സ്നേഹം മാത്രമേ അള്ളാഹു അവൻ്റെ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളൂ, ഇറക്കിയിട്ടുള്ളൂ. ബാക്കി 99% കാരുണ്യവും സ്നേഹവും അത് അള്ളാഹു നാളെ പരലോകത്ത് അവൻ്റെ അടിമകൾക്ക് കൊടുക്കാൻ വേണ്ടി അവൻ അവിടെ വെച്ചേക്കുകയാണ്. അപ്പോൾ സ്നേഹമെന്ന ആ വിശാലത അത് നാളെ ആഖിറത്തിൽ കാണിക്കാനുള്ളതാണ്. നമ്മളിപ്പോൾ ചോദിക്കുന്ന റഹ്മത്ത് പ്രധാനമായും, ദുനിയാവിലെ റഹ്മത്തും വരാമെങ്കിലും പ്രധാനമായും നമ്മൾ ലക്ഷ്യമിടുന്നത് ആ 99% വരുന്ന റഹ്മത്തിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ വെച്ചുകൊണ്ടൊരു മാതാവ് കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം, ഒരു മൃഗം അതിൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം, അതേപോലെ ഭൂമിയിൽ ആരോട് കാണിക്കുന്ന സ്നേഹം ഉണ്ടോ, ലോലമായ ഹൃദയങ്ങളുണ്ടോ, അതൊക്കെ ആ ഒരൊറ്റ ശതമാനത്തിൽ നിന്ന് മാത്രമാണ്. അത് തന്നെ നമുക്ക് വല്ലാതെ വലുതായി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചിലരിൽ നിന്നുള്ള സ്നേഹം നമ്മളെ നന്നായി ആകർഷിക്കാറുണ്ട്. ചിലരെ നമുക്ക് നാം ഒരാളെ അയാളുടെ വേഷം കണ്ടോ, ഭംഗി കണ്ടോ, അല്ലെങ്കിൽ അയാളുടെ പണം കൊണ്ടോ, എന്തുകൊണ്ടും കണ്ടുകൊണ്ടും സ്നേഹിക്കുന്നതിനേക്കാൾ നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയുക അയാളുടെ മനസ്സ് നോക്കിയിട്ടാണ്, നമ്മോട് പെരുമാറുന്ന രീതി നോക്കിയിട്ടാണ്, സ്നേഹം നോക്കിയിട്ടാണ്. അപ്പം സ്നേഹം അത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുവോ നമ്മൾ അവിടെ നിന്നത് തപ്പിയെടുക്കും, അങ്ങോട്ട് നമ്മൾ സ്നേഹം കൊടുക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലമ്മാ ഖലഖല്ലാഹു തആലൽ ഖൽഖ, അല്ലാഹു തആല ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും പടച്ചപ്പോൾ കതബ ഫീ കിതാബിഹി വഹുവ യക്തുബു അലാ നഫ്സിഹി വഹുവ വലഅ ഇൻദഹു അലൽ അർശി, അല്ലാഹു തആല ഒരു രേഖ എഴുതിയുണ്ടാക്കി. ആ രേഖ എഴുതിയത് അല്ലാഹു ഇൻദൽ അർശി, അള്ളാഹുവിൻ്റെ സിംഹാസനമായ അർശിൻ്റെ നേരെ അടുത്ത് ആ രേഖ സൂക്ഷിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ അത് അത്രയും വലിയ ഒരു പോയിൻ്റാണ്. ആ രേഖ അത്രയും വലിയൊരു രേഖയാണ്. ആ രേഖയിലുള്ളതെന്താ? ഇന്ന റഹ്മത്തി തഗ്ലിബു അലബി എന്നാണ് ആ രേഖയിലുള്ളത്. ഇന്ന റഹ്മത്തി, എൻ്റെ കാരുണ്യം, തഗ്ലിബു അലബി, അതെൻ്റെ ദേഷ്യത്തെ അതിജയിക്കുന്നതാണ്. എൻ്റെ കാരുണ്യം എൻ്റെ ദേഷ്യത്തെ അതിജയിക്കും. അഥവാ ഞാൻ അടിമകളോട് കാണിക്കുന്ന ദേഷ്യം നിങ്ങൾക്ക് വലുതായി അനുഭവപ്പെടുന്നുവെങ്കിൽ അതിലേറെ എത്രയോ വിശാലമാണ് എൻ്റെ റഹ്മത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് തന്നെ റഹ്മത്ത്, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, എന്നോട് നീ സ്നേഹം കാണിക്കണമേ എന്ന ദുആ ഓരോ മുഅ്മിനും ഈ വിശുദ്ധമായ 10 ദിനങ്ങളിൽ രാപ്പകലുകളിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യവും അത് തന്നെയാണ്. ആഖിറത്തിലും അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടണം, ദുനിയാവിലും അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടണം. അപ്പോഴേ നമ്മളൊക്കെ വിജയിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അങ്ങനെയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസുണ്ട്, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് ഓർമ്മപ്പെടുത്തുന്നതാണ്. അതിങ്ങനെയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ? നബി തങ്ങൾ പറയുന്നു, ലൻ യുദ്ഖില അഹദൻ അമലുഹു അൽ ജന്ന, ഒരാളെയും അവൻ്റെ കർമ്മങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല. നാം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല. കാരണം ന്യൂനതകൾ നിറഞ്ഞതാണ്, നിബന്ധനകൾ പാലിക്കാത്തതാണ് ഒട്ടുമിക്ക അമലുകളും. അതുകൊണ്ട് ഏതെങ്കിലും അമലുകൾ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന മൂഢമായ ധാരണ നമുക്ക് വേണ്ട. അമലുകൾ എത്തിക്കില്ല എന്നല്ല, നമ്മുടെ അമലുകൾ പോരായ്മകൾ നിറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ
ഒരാളുടെയും അമല് അവന് സ്വർഗത്തിലേക്ക് എത്തിക്കില്ല. കാരണം എന്തേ? അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും ചെറിയ നമ്മുടെ ശരീരത്തിലൊരു അനുഗ്രഹം. നമ്മുടെ ശരീരം മുഴുവനും അനുഗ്രഹമാണ്. നമുക്ക് അനുഭവിക്കേണ്ട ഭൂമിയിലെ ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ കണ്ണ്, ആ കണ്ണില്ലെങ്കിലേ കണ്ണിൻ്റെ വില നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നാം ജീവിതകാലം മൊത്തം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ പോലും അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു ചെറിയ അനുഗ്രഹമെന്ന് നമുക്ക് തോന്നുന്ന കണ്ണിനുള്ള പ്രത്യോപകാരം പോലും, കണ്ണെന്ന അനുഗ്രഹത്തിനുള്ള പ്രത്യോപകാരം പോലും നമ്മുടെ ജീവിതകാലം മൊത്തം ചെയ്ത ഇബാദത്തുകൾ ബദലായി നിൽക്കില്ല, പകരക്കാരനാവാൻ കഴിയില്ല. അത്രയും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്നത്. ഓരോന്നും അങ്ങനെയാണ്. അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നാം ശ്വസിക്കുന്ന വായു, നാം അനുഭവിക്കുന്ന പ്രകാശം, ഇതിനെല്ലാം നാം വിലകെട്ടുന്നുവെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഏതെങ്കിലും ഒരു രോഗി ഒരു രോഗം പിടിപെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് കിടക്കുന്നുവെങ്കിൽ അവിടെ അവൻ വെന്റിലേറ്ററിൽ നിന്ന് അവൻ ശ്വസിക്കുന്ന ഓക്സിജൻ, അതേപോലെ അവനവിടെ വരുന്ന ബെഡ്ഷീറ്റ്, അവൻ ആസ്വദിക്കുന്ന വായു, ഇതിനെല്ലാം പ്രിൻ്റിട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ബില്ല് അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഉള്ള പ്രചരണത്തിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചാലും ബില്ലടക്കാൻ കഴിയാത്ത അത്രയും വലിയ തുകയാണ്. എന്താ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത്രയാണ്. കിഡ്നി രണ്ടും വീക്കായി ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ നമ്മൾ കാണണം. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് അവനോട് നമ്മൾ സംസാരിക്കണം. ട്രെയിനിലും ബസ്സിലും മറ്റു യാത്രാ സംവിധാനങ്ങളിലും യാത്ര ചെയ്യുന്ന ഓരോരുത്തരും തൻ്റെ അരികിലിരിക്കുന്ന ആളുകളുമായി സംവദിക്കണം. അവനൊരു പക്ഷേ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവനായിരിക്കാം. അപ്പോഴേ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അപാരത, ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നാം ദിവസവും കുടിക്കുന്ന വെള്ളം അത് ശരിക്ക് ഫിൽറ്ററിങ് ചെയ്തുകൊണ്ടാണ് വേണ്ടത് ശരീരത്തിൽ പിടിച്ചു വെച്ച് ബാക്കി വിസർജ്യമായി പുറത്തേക്ക് പുറന്തള്ളിപ്പോകുന്നത്. മൂത്രവും മറ്റു വിസർജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതെല്ലാം ഫിൽറ്ററിങ് ചെയ്യുന്ന നമ്മുടെ കിഡ്നി രണ്ടും ഫെയിലായി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പ്രവർത്തനം ഒന്നുകിൽ അത് മാറ്റിവെക്കണം, അല്ലെങ്കിലോ ആ ഒരു സംവിധാനം ഡയാലിസിലൂടെ ഭൗതിക ലോകത്തുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് പുറത്തു നിന്ന് ചെയ്യണം. നമ്മുടെ ബ്ലഡ് നമ്മൾ ക്ലിയർ ചെയ്ത് അതങ്ങനെ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുന്ന രോഗികളുണ്ട്. അള്ളാഹു നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം ഇത്രയും വലിയ ഒരു കമ്പനി, ഇത്രയും വലിയൊരു യന്ത്രശാല, അതാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഏറ്റവും ചെറിയൊരു അനുഗ്രഹത്തിന് പോലും അവൻ്റെ അമല് മതിയാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാളുടെയും അമൽ സ്വർഗപ്രവേശനത്തിന് ഉതകുന്നതാക്കില്ല. ആ സമയത്ത് സഹാബത്തിനൊരു സംശയം, വല അനയാ റസൂലല്ലാ, നബിയെ അങ്ങ് ഞങ്ങളെക്കാളൊക്കെ എത്രയോ വലിയ പദവിയിലാണല്ലോ, അങ്ങയും അങ്ങനെയല്ലയോ, അമല് കൊണ്ടല്ലയോ സ്വർഗത്തിൽ പോകുന്നത്, അങ്ങയെയും സ്വർഗത്തിൽ കടത്തുന്നത് അമലല്ലയോ നബിയെ? ഇത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല അന, ഞാനും അങ്ങനെയല്ല. വല അൻത യാ റസൂലല്ലാ, അങ്ങും അങ്ങനെയല്ലയോ? നബി തങ്ങൾ മറുപടി പറഞ്ഞു, വല അന, ഞാനും അങ്ങനെയല്ല. പിന്നെയോ റസൂലുള്ള പറഞ്ഞു, ഇല്ല അൻ തഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, എനിക്കല്ലാഹു അവൻ്റെ ഔദാര്യമായി സ്വർഗം തരണം. അതേപോലെ വറഹ്മ, അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് എനിക്ക് അല്ലാഹു സ്വർഗം തരണം. എൻ്റെ അമലും എനിക്ക് സ്വർഗീയ പ്രവേശനത്തിനുള്ള പാസ്സായി ഉപയോഗിക്കാൻ പറ്റിയതല്ല, അതിനുതകുന്നതല്ല. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സ്വർഗം വിലക്കു വാങ്ങാൻ പറ്റിയ സംഭവമല്ല. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റഹീമീൻ എന്ന് എല്ലായ്പ്പോഴും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഈ 10 നാളുകളിൽ വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ,
എന്ന 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്കൊക്കെ സ്നേഹം പലയിടത്തു നിന്നായി ലഭിക്കും. നമ്മൾ സാധാരണയിൽ ഏതെങ്കിലും ഒരു ആകസ്മികമായ അപകടത്തിൽപ്പെടുമ്പോൾ, നാം വളരെ ശ്രദ്ധിക്കാതെ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ, ആ അപകടത്തിൽ നിന്ന് നമ്മൾ ആകസ്മികമായി രക്ഷപ്പെട്ടുക എന്നും വെക്കുക. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മളെ രക്ഷപ്പെടുത്തിയ ഒരു മാധ്യമം, അതൊരു പക്ഷേ മനുഷ്യനാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളാവാം, എന്തുമാവാം. അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ സന്തോഷത്തോടുകൂടെ നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: എനിക്ക് എൻ്റെ ദൈവം ഒരു നായയുടെ രൂപത്തിൽ അവിടെ എത്തി, അല്ലെങ്കിൽ എൻ്റെ ദൈവം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അവിടെ എത്തി. യഥാർത്ഥത്തിൽ ഇതൊരു മുസ്ലിം പ്രയോഗിക്കുന്നത് ആലങ്കാരിക പ്രയോഗമാണ്. ആ മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വാസം അവനില്ല. പിന്നെന്താ പറഞ്ഞതിൻ്റെ ആശയം? അവനോട് അള്ളാഹു കാണിക്കുന്ന സ്നേഹം, അതാണ് ഒരു മനുഷ്യനിലൂടെ, ഒരു ജീവിയിലൂടെ, ഒരു മെഷീനിലൂടെ അള്ളാഹു അവനിലേക്ക് എത്തിച്ചു എന്നതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. അവന് കിട്ടിയ സ്നേഹം ദൈവരൂപത്തിൽ വന്നു എന്ന് പറയുന്നത്, അള്ളാഹു അവന് കൊടുക്കുന്ന സ്നേഹം, കാരുണ്യം, അത് ആ ഒരു മാധ്യമം, ഏതു മാധ്യമമായാലും ആ രൂപത്തിലൂടെ അവന് ലഭിച്ചു എന്നാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു: ഖാല ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് യുദ്ധത്തിൽ നിന്ന്, സമര പന്തലിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഏതാനും ആളുകളെ കൊണ്ടുവരപ്പെടുകയാണ്. ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ആണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. പൊതുവെ യുദ്ധമുഖത്ത് നിന്നും അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിടാറാണ് പതിവ്. അങ്ങനെ റസൂലുള്ളാഹിയുടെ സന്നിധിയിൽ ഹാജരാക്കിയതിന് ശേഷമാണ് പിന്നെ തുടർ നടപടി ഉണ്ടാവുക. അങ്ങനെ ഹാജരാക്കപ്പെട്ടപ്പോൾ ഫഇദം ഇംറഅത്തുൻ മിനസ്സബിയ്യി തസ്ആ, അറസ്റ്റ് വരിക്കപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ അവരുടെ ഇടയിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. എന്തോ തപ്പുകയാണ്, എന്തോ തിരഞ്ഞോടുകയാണ്, അന്വേഷിക്കുകയാണ്, ഓടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നു. ഇത് വജദത്ത് സബിയം ഫിസ്സബി, ആ പെണ്ണ് നോക്കിയത് ആരെയാ? ആ പെണ്ണിൻ്റെ ഒരു പിഞ്ചു കുഞ്ഞിനെയാണ്. ആ പിഞ്ചു കുഞ്ഞ് ഈ അറസ്റ്റ് വരിക്കപ്പെട്ട ആളുകളിലുണ്ട്. ആ കുഞ്ഞിനെയാണ് ഈ സ്ത്രീ തപ്പുന്നത്, ആ സ്ത്രീ തടയുന്നത്. അങ്ങനെ അവസാനം ആ കുഞ്ഞിനെ ആ പെണ്ണ് കണ്ടെത്തിയപ്പോൾ അഖദതുഹു ഫഅൽസഖതുഹു ബിബത്നിഹാ ഫഅർളഅതുഹു, ആ കുഞ്ഞിനെ ആ മാതാവ്, ആ സ്ത്രീ എടുത്ത് തൻ്റെ വയറ്റിലേക്ക് അണച്ചു പിടിച്ച് ഫഅർളഅതുഹു, ആ കുഞ്ഞിനെ തൻ്റെ സ്ഥലങ്ങളിലേക്ക് അടുപ്പിച്ച് പിടിച്ച് ആ കുഞ്ഞിന് മുലയൂട്ടുകയുണ്ടായി. ഈ രംഗം ഏവരുടെയും കണ്ണലിയിപ്പിക്കുന്ന രംഗമായി, മനസ്സലിയിപ്പിക്കുന്ന രംഗമായി. കാരണം മാതാവിനുള്ളത് വാത്സല്യമാണ്, പിതാവിനുള്ളത് സ്നേഹമാണ്. അതിനൊന്നും തമ്മിൽ വലിയ അന്തരമുണ്ട്. നാം ഒരു കിണറ്റിലേക്ക് ചെറുപ്പകാലത്ത് ചാടിയെന്ന് വെക്കുക, ഹതഭാഗ്യം കൊണ്ട്. മാതാവും പിതാവും ഒരേ സമയത്ത് ഈ കാഴ്ച കണ്ടിരിക്കുന്നു. സ്വാഭാവികമായും അവിടെ സംഭവിക്കുക, മാതാവ് വന്ന് ആ കിണറ്റിലേക്ക് എടുത്തു ചാടും. കാരണം അത് വാത്സല്യമാണ് മാതാവിൻ്റേത്. പിതാവാണെങ്കിലോ ആ കിണറ്റിലേക്ക് ഇറങ്ങാനുള്ള രക്ഷാകവചങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. പിതാവിൻ്റെത് സ്നേഹമാണ്. അതുകൊണ്ടാണ് ഏതൊരു കുഞ്ഞും കരയുന്ന സമയത്ത് അമ്മ എന്നോ ഉമ്മ എന്നോ വിളിച്ചാണ് കരയാറ്. കാരണം എന്തേ? സ്നേഹബന്ധം അങ്ങനെയാണ്. മാത്രമല്ല, നാം ജീവനിട്ട് 4 മാസം ഗർഭശിശുവായിരിക്കുമ്പോൾ 4 മാസം മുതൽ ഉമ്മയുടെ നമ്മുടെ പൊക്കിൽ കൊഴിയിൽ നിന്നുള്ള ഒരു കേബിൾ, ആ കേബിൾ വഴി നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത് ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകാഹാരങ്ങളായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ആ കേബിൾ പടച്ച റബ്ബ് നമ്മുടെ പൊക്കിൽ കൊഴിക്കുമീതെ അള്ളാഹു പടച്ചത്. അത് പിന്നീട് പ്രസവത്തിന് ശേഷം കട്ട് ചെയ്ത് അത് ബന്ധമാക്കി വെക്കുകയാണ് എൻ്റെയും നമ്മുടെയും ഒക്കെ
കെട്ടിട്ട് വെക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സ്നേഹം അങ്ങോട്ടാണ്. അതിനെല്ലാം പുറമെ മാതാവിന് നമുക്കുള്ളത് സ്നേഹമാണ്, വാത്സല്യമാണ്, സ്നേഹമല്ല. വാത്സല്യം എന്നത് സ്നേഹത്തിൻ്റെയും പുറമെയുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാതാവും പിതാവും കിണറ്റിൽ ചാടിയിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അരികിലെത്തിയാൽ മാതാവ് ആ കിണറ്റിലേക്ക് എടുത്തു ചാടും. അത് സ്നേഹമാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ മാതാവ് ഇങ്ങനെ തിരയുകയാണ്, അവസാനം കണ്ടെത്തി ആ കുഞ്ഞിന് മുലയൂട്ടുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ഈറണിയിച്ചു. ആ സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു അവസരം ഈ ഒരു അവസരം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അത്തറൗന ഹാദിഹിൽ മർഅ താരിഹത്തൻ വലദഹാ ഫിന്നാർ. നബി തങ്ങൾ സഹാബികളോട് ചോദിച്ചു, സഹാബ, ആ കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്ന സ്ത്രീ, ആ സ്ത്രീ എപ്പോഴെങ്കിലും ആ കുട്ടിയെ നരകത്തിലേക്ക് ഇടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്താൽ ഒരു വിഷയം ബോധ്യപ്പെടുത്താൻ വളരെ സുഗമമാണ്. ഇന്ന് ഭൗതിക വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന മാർഗങ്ങൾ അങ്ങനെയാണ്. പറയുന്നതിനേക്കാളും അത് ചെയ്ത് കാണിക്കുമ്പോൾ കുട്ടിക്ക് വളരെ പെട്ടെന്ന്, പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ കുട്ടിക്കത് വളരെ പെട്ടെന്ന് എഫക്റ്റ് ആവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു രംഗം കണ്ട സഹാബികളോട് ചോദിച്ചു, ആ സ്ത്രീ ആ കുട്ടിയെ നരകത്തിലേക്കോ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? സഹാബത്ത് പറയുന്നു, ഖുൽന ലാ വല്ലാഹി, ഇല്ല, ഒരിക്കലും ആ കുഞ്ഞിൻ്റെ മാതാവ് ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയില്ല. അപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ വല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് എത്രമാത്രം അനുഭവപ്പെടുന്നുണ്ടോ, അതിനേക്കാൾ വലിയ സ്നേഹമാണ് അള്ളാഹു തൻ്റെ അടിമകളോട് കാണിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ആ കുഞ്ഞിനോട് അമ്മ കാണിക്കുന്ന സ്നേഹം അത് അള്ളാഹുവിൻ്റെ 100% റഹ്മത്തിൻ്റെ 1% നിന്ന് മാത്രമാണ്. ആ 1% നിന്നാണ് കോടാനുകോടി വരുന്ന ജീവജാലങ്ങൾ പരസ്പരം സ്നേഹം കാണിക്കേണ്ടത്. 99 നാളെ പരലോകത്ത് പ്രയോഗിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു കാണിക്കുന്ന സ്നേഹം എത്ര ഭീമമായിരിക്കുമെന്ന് ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം അതെത്രയോ വലുതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും സ്നേഹത്തെ അള്ളാഹുവിനോട് ചോദിക്കണം, കാരുണ്യത്തെ നാം അള്ളാഹുവിനോട് ചോദിക്കണം. നാം ഒരു ദിവസം നിർബന്ധമായി 17 റക്അത്ത് നിസ്കരിക്കണം. ഫർളായത് മാത്രം, സുന്നത്ത് വേറെ. 17 റക്അത്ത് നിസ്കരിക്കണം. ആ 17 റക്അത്തിലും നമ്മൾ ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതണം. ആ ഫാത്തിഹ സൂറത്തിൽ നമ്മൾ ആദ്യം ഓതുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഷാഫിഈ മദ്ഹബ് അനുസരിച്ചത് ഫാത്തിഹ സൂറത്തിൽ തന്നെ പെട്ടതാണ്. ഇത് ഓതാതെ ഷാഫിഈ മദ്ഹബുകാരൻ്റെ ഫാത്തിഹ ശരിയാവൂല. ഫാത്തിഹ ശരിയായില്ലെങ്കിലോ ലാ സ്വലാത്ത ലിമൻ ലം തഖറ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ശരിയാവാത്തവൻ്റെ നിസ്കാരവും ശരിയല്ല. ഫാത്തിഹയൊക്കെ നമ്മൾ തജ്വീദ് അനുസരിച്ച് വളരെ കൃത്യമായി ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് പഠിക്കണം. കാരണം ഫർളായ നിസ്കാരങ്ങൾക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഫാത്തിഹ ശരിയാവാതിരിക്കുക എന്നുള്ളത്. നമ്മൾ 17 തവണ നമ്മൾ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാൻ അർ റഹീം, കാരുണ്യവാൻ എന്നർത്ഥം വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം, അവിടെയും നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു. ഇങ്ങനെ 17 റക്അത്തുകളിലായി ഈ 2 സ്ഥലങ്ങളിൽ 34 തവണ നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തുന്നത് കാരുണ്യവാൻ എന്ന അഭിസംബോധനയാണ്. ഫാത്തിഹ മുഴുവനും അങ്ങനെയാണല്ലോ, ഒരടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമാണ്. മുനാജാത്തിൻ്റെ സംഭാഷണത്തിൻ്റെ അള്ളാഹുവിനോട് അടിമ അടുക്കുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുന്നത് 34 തവണ നിർബന്ധമായും ഒരു മുഅ്മിൻ അർ റഹ്മാനിർ റഹീം, പരമകാരുണികൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ടാണ്.
മഹാനായ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്ന് അനുഭവിച്ച ക്രൂര പീഡനങ്ങൾ അതിനറുതി വന്നത് ഈ വാചകത്തിലൂടെയാണ്. അർ റഹ്മാൻ റഹീം എന്നൊരൊറ്റ തവണ മറിയം ബീവി പറഞ്ഞത് കാരണമാണ്. എങ്കിൽ നമ്മളോ 17 തവണ നിസ്കരിക്കുന്ന ഒരു മുസ്ലിം, അവന് യാതൊരു പേടിയും പേടിക്കേണ്ടതില്ല. വളരെ ഭാഗ്യവാനാണ് അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് കാരുണ്യവാനാണെന്ന അവൻ്റെ വിശേഷണത്തെ വീണ്ടും വീണ്ടും 34 തവണ ആവർത്തിക്കുന്നു. അവൻ വളരെ വലിയ ഭാഗ്യവാന്മാരാണ്. ഒരിക്കലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, അമലുകളെ കൊണ്ടുപോലും സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. അമല് ചെയ്യാത്ത മുഅ്മിനീങ്ങൾക്ക് പിന്നെ സ്വർഗത്തിലേക്ക് എത്താൻ ഏതായാലും കഴിയില്ല. മഹാന്മാരായ പ്രവാചകന്മാർ മുഴുവനും അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിച്ചതായി കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം. ഖാല റബ്ബിഗ്ഫിർ ലീ വലിയഖീ വദ്ഖിൽനാ ഫി റഹ്മതിക വഅൻത അർഹമുർ റഹീമീൻ. മൂസ നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബേ എനിക്ക് നീ പുറത്തു തരണം, എൻ്റെ സഹോദരനും പുറത്തു തരണം. വദ്ഖിൽനീ ഫി റഹ്മതിക, എന്നെ നിന്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കണം. വഅൻത അർഹമുർ റഹീമീൻ, നീയാണ് ഏറ്റവും വലിയ പരമകാരുണികൻ. ഇത് മൂസ നബിയുടെ പ്രാർത്ഥനയാണ്. അതേപോലെ അസ്ഹാബുൽ കഹ്ഫ് 309 കൊല്ലം ഒരു ഗുഹയിൽ ഉറങ്ങാൻ വിധിക്കപ്പെട്ട ക്രൂരനായൊരു രാജാവിൻ്റെ ക്രൂരതയിൽ നിന്ന് തങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി മലമുകളിലെ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചവരാണ് അസ്ഹാബുൽ കഹ്ഫ്. ആ അസ്ഹാബുൽ കഹ്ഫ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അതിൻ്റെ നല്ലൊരു ഭാഗം ഏതാ? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദാ എന്നതാണ്. അള്ളാഹുവേ, ഞങ്ങളോട് നീ സ്നേഹം കാണിക്കണം, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇതായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. നമ്മളും സാധാരണ ദുആ ചെയ്യുന്നൊരു ദുആ റബ്ബ് നാം ഖുർആനിൽ കാണാം. റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് നീ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്ത് തന്നു. ആ ഹിദായത്ത് തന്നതിന് ശേഷം ഞങ്ങളുടെ കൽബിന് നീ ചാഞ്ചാട്ടം നൽകരുതേ. ഓരോ മുഅ്മിനും നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട പ്രാർത്ഥനയാണ്. എന്തിനു പറഞ്ഞു? വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്നുള്ള കരുണ ഞങ്ങൾക്ക് സദാ എല്ലായ്പ്പോഴും വർഷിപ്പിച്ചു തരേണമേ. ഇന്നക അൻതൽ വഹ്ഹാബ്, നീയാണ് വഹ്ഹാബ് എന്നർത്ഥം വരുന്ന ദുആ ഓരോ മുഅ്മിനും അവൻ്റെ ജീവിതത്തിൽ പതിവാക്കുന്ന ദുആ ആണ്. ഇവിടെയെല്ലാം നമ്മൾ ആവശ്യപ്പെടുന്നത് വിശാലമായ കാരുണ്യത്തെയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചതുപോലെ കരുണയല്ലാതെ ഒരുത്തിൻ്റെയും അമൽ അവൻ്റെ സ്വർഗ പ്രവേശനത്തിനുള്ള പാസ്സാവില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ അതിനുതകുന്ന 10 ദിനരാത്രങ്ങളിൽ ഈ 10 ദിവസങ്ങളെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.